സജോ, ഈ കേസ് ഇതിന്റെ തുടക്കം നമുക്ക് പരിശോധിച്ചാൽ കേസിന്റെ ഒരു പ്രാധാന്യത്തേക്ക് കൂടുതൽ അതിനുശേഷം വന്നിട്ടുള്ള വെല്ലുവിളികൾ, അത് അർജുൻ ആങ്കി നടത്തിയിട്ടുള്ള വെല്ലുവിളികൾ, അത് പോലീസിനെ ആണെങ്കിലും ആഭ്യന്തരമന്ത്രിയാണെങ്കിലും നടത്തിയിട്ടുള്ള വെല്ലുവിളികളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പോലീസ് ഇത്രയും കാര്യക്ഷമമായി തന്നെ അർജുൻ ആങ്കിക്ക് പിന്നാലെ പോകാൻ ഇടയാക്കിയതെന്നുള്ളതാണ്. ആ ആദ്യഘട്ടത്തിൽ പിടികൂടാൻ കഴിയുന്നത് എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് പുലർച്ചെയോടെ പിടികൂടുമ്പോൾ അത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനം കൂടിയാണ്. ശ്രുതി, അതായത് അർജുൻ ആങ്കിക്കെതിരെ മുൻപ് 23ഓളം കേസുകൾ ഉണ്ടായിരുന്നു. അത് മുൻപത്തെ കേസുകളാണ്, അതായത് വിവിധങ്ങളായ കേസുകളുണ്ട്. ഏറ്റവും ഒടുവിൽ സ്വർണം പൊട്ടിക്കൽ ആരോപണത്തിൽ ഉൾപ്പെടെ അന്വേഷണ ഏജൻസികൾ ചോദ്യം ചെയ്തതാണ്. നിരവധി ക്രിമിനൽ കേസുകൾ അതിനു മുൻപുണ്ടായിരുന്നു. പക്ഷേ ഈ ഏറ്റവും ഒടുവിലെ കേസിന്റെ ആധാരം എന്ന് പറയുന്നത് കോതമംഗലത്ത് ഒരു വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തി എന്നാണ് അർജുൻ ആങ്കി പറയുന്നത്. അവിടെ ഒരു റിസോർട്ടിൽ അർജുൻ ആങ്കിയും സംഘവും അവിടെ റൂമെടുത്ത് താമസിക്കുന്നു. ആ ഘട്ടത്തിൽ കോതമംഗലം പോലീസ് എത്തി ഇവരെ കസ്റ്റഡിയിലെടുക്കുന്നു, പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. അവർക്കെതിരായി അർജുൻ ആങ്കിക്കെതിരെ ചുമത്തിയ ചാർജ് എന്നത് നിയമവിരുദ്ധമായി സംഘടിത കുറ്റകൃത്യത്തിനായി സംഘം ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്നൊരു ചാർജാണ്. യഥാർത്ഥത്തിൽ അതൊരു ഗൗരവ സ്വഭാവത്തിലൊരു കേസായി കണക്കാക്കാൻ കഴിയില്ല. കാരണം എന്തെങ്കിലും ഒരു കുറ്റകൃത്യം ചെയ്തു എന്ന് എഫ്ഐആറിൽ പറയുന്നില്ല. പകരം അവിടെ സംഘടിത കുറ്റകൃത്യത്തിനായി ഒത്തുചേർന്ന് ഗൂഢാലോചന നടത്തിയെന്ന് മാത്രമേ എഫ്ഐആറിലുള്ളൂ. പക്ഷെ അതിനുശേഷം നടന്ന സംഭവങ്ങളാണ് ഈ ഇപ്പോഴത്തെ നാടകീയ സംഭവങ്ങളിലേക്കും കേസുകളിലേക്കും നയിച്ചത് എന്നാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ കേസിൽ ആ ഘട്ടത്തിൽ ജാമ്യം കിട്ടിയില്ല അർജുൻ ആങ്കിക്ക്. കോടതി റിമാൻഡ് ചെയ്തു. പിന്നീട് ഏതാണ്ട് 20 ദിവസത്തിന് ശേഷമാണ് അർജുൻ ആങ്കി പുറത്തിറങ്ങുന്നത്. പിന്നീട് പുറത്തിറങ്ങിയതിനു ശേഷമാണ് ആ കേസെടുത്ത കോതമംഗലത്തെ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഭീഷണി മുഴക്കിയത്. അതിൽ ആദ്യം കോതമംഗലം പോലീസും പിന്നീട് ഊന്നുകൽ പോലീസും ഓരോ കേസ് വീതം രജിസ്റ്റർ ചെയ്തു. അതുകൂടാതെ ഒരു സൈബർ കേസ് എറണാകുളം റൂറൽ സൈബർ പോലീസും രജിസ്റ്റർ ചെയ്തു. അങ്ങനെ കോതമംഗലത്തെ ആദ്യത്തെ കേസ് കൂടാതെ മറ്റൊരു 3 കേസ് കൂടി അർജുൻ ആങ്കിക്കെതിരെ ചുമത്തി. അതായത് പോലീസിനെ ഭീഷണിപ്പെടുത്തി, സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപിച്ചു എന്നതടക്കം അങ്ങനെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ആ കേസ് രജിസ്റ്റർ ചെയ്തത്. അങ്ങനെ എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ എറണാകുളത്ത് തന്നെ എത്തിയാൽ, അതായത് ഈ കേസിൽ ഇപ്പോൾ കണ്ണൂർ സൈബർ പോലീസ് എടുത്ത കേസിൽ ഇപ്പോൾ റിമാൻഡിലേക്ക് പോകുന്നു. അതിനുശേഷം ജാമ്യം കിട്ടി പുറത്തിറങ്ങിയാലും അടുത്ത 3 കേസുകൾ, ലൈവായി നിൽക്കുന്ന 3 കേസുകൾ കൂടി അർജുൻ ആങ്കി നേരിടേണ്ടി വരും എന്നാണ് ഈ കേസിന്റെ മറ്റൊരു പ്രത്യേകത. അതായത് ഈ കേസിന്റെ ഒരു സ്വഭാവം വെച്ചാൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അർജുൻ ആങ്കിയെ പിടികൂടാൻ നിർബന്ധിതമാകുന്ന, എന്ന് വെച്ചാൽ സംവിധാനങ്ങളാകെ അലേർട്ട് ചെയ്ത് വലിയ അന്വേഷണങ്ങൾ നടത്തി അർജുൻ ആങ്കിയിലേക്ക് എത്തേണ്ട ഒരു അനിവാര്യത രൂപപ്പെട്ടു എന്നതാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം പോലീസിനെ സമൂഹ മാധ്യമങ്ങൾ വഴി വെല്ലുവിളിക്കുന്നു. തുടർച്ചയായി ആ വെല്ലുവിളി ആവർത്തിക്കുന്നു. കഴിയുമെങ്കിൽ പിടിക്ക് എന്ന് പറയുന്നു. അതിനുശേഷം സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റായി, സ്റ്റോറിയായി, കമന്റായി തുടർച്ചയായി സജീവമാകുന്നു. ഇങ്ങനെ സജീവമായിരിക്കുമ്പോഴും പോലീസ് ആദ്യഘട്ടത്തിൽ വല്ലാതെ ഒന്ന് ബുദ്ധിമുട്ടി, കണ്ടുപിടിക്കാൻ വല്ലാതെ പ്രയാസപ്പെട്ടു. അർജുൻ ആങ്കി ഇതിനിടെ ലൊക്കേഷൻ മാറ്റി. ഇതിനിടെ വ്യാപകമായി അർജുന്റെ സുഹൃത്തുക്കളെയോ അല്ലെങ്കിൽ സഹായിച്ചവരെയോ ഒക്കെ പിടികൂടി സമ്മർദ്ദം ശക്തമാക്കി. ഒടുവിൽ കണ്ണൂരുണ്ടെന്ന് മനസ്സിലാക്കി. അങ്ങനെ അവിടെ നിന്ന് സഞ്ചരിച്ച വാഹനത്തിന് മറ്റു വിശദാംശങ്ങൾ കിട്ടി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒടുവിൽ, വളരെ വേഗത്തിൽ എന്ന് പറയാൻ കഴിയില്ലെങ്കിലും അത്ര മോശം സമയമല്ല, അല്ലെങ്കിൽ അത്ര നീണ്ട പീരീഡ് എടുത്തു എന്ന് പറയാൻ കഴിയുകയില്ല, പരമാവധി വേഗത്തിൽ ശ്രമിച്ചു. എങ്കിലും കുറച്ചു സമയം പോലീസിനെ വട്ടം കറക്കാൻ അർജുൻ ആങ്കിക്ക് കഴിഞ്ഞു എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഈ കേസ് ആദ്യമുണ്ടായ, ഇതിനെല്ലാം ആധാരമായ കോതമംഗലത്തെ കേസ് വലിയ ഗൗരവ സ്വഭാവത്തിലുള്ള ഒരു കേസ് ആണെന്ന് പറയാൻ കഴിയില്ല. കാരണം ഒരു കുറ്റകൃത്യം നടന്നു എന്ന് ആ എഫ്ഐആറിൽ പറയുന്നില്ല. ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകൾ അവിടെ സംഘം ചേർന്നു എന്നു മാത്രമേ ആ എഫ്ഐആറിൽ പറയുന്നുള്ളൂ. പക്ഷെ അതിനുശേഷം സംഭവിച്ച നാടകീയമായ കാര്യങ്ങൾ, പോലീസിനെതിരായ വെല്ലുവിളി, ആഭ്യന്തരമന്ത്രിക്കെതിരായ പരാമർശം, തുടർച്ചയായി അന്വേഷണം നടക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഒളിവിലാണ്. ആ കേസിൽ പിന്നീട് കേസെടുത്തതോടുകൂടി മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയെങ്കിലും തള്ളുകയായിരുന്നു. അപ്പോൾ ഒളിവിൽ കഴിയുന്ന ആൾ പോലീസിനെ വെല്ലുവിളിച്ചു എന്നൊരു വല്ലാത്ത പ്രശ്നം, എന്നൊരു ആത്മവീര്യത്തിന്റെ പ്രശ്നം പോലീസിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പോലീസിന് വളരെ വേഗത്തിൽ അർജുൻ ആങ്കിയെ എങ്ങനെയെങ്കിലും പിടികൂടാനുള്ള നെട്ടോട്ടത്തിലായിരുന്നത്. ഒടുവിൽ അർജുൻ ആങ്കിയെയും പോലീസും തമ്മിലുള്ള അംഗത്തിനൊരു താൽക്കാലിക പര്യവസാനം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ റിമാൻഡിലേക്ക് പോകുന്നു. അപ്പോൾ എറണാകുളത്തെ കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തി മറ്റ് നടപടികളിലേക്കൊക്കെ കടക്കണമെങ്കിൽ ഈ നിയമപരമായ നടപടിക്രമങ്ങൾ തൽക്കാലം പോലീസിനെ സംബന്ധിച്ച് വെല്ലുവിളിയാകും. അതൊരു താൽക്കാലികമായി, അതായത് ഒരു ആശ്വാസം ഒന്നും പറയാൻ കഴിയില്ലെങ്കിലും ജയിലഴിക്കുള്ളിൽ തന്നെയാണ് അർജുൻ ആങ്കി. അവിടെ നിന്ന് പുറത്തേക്കിറങ്ങിയാലും അടുത്ത കേസിൽ വീണ്ടും ജയിലിലേക്ക് പോകേണ്ട സാഹചര്യം രൂപപ്പെടും. പോലീസിനെ ഭീഷണിപ്പെടുത്തിയെന്നത് സാധാരണ താരതമ്യേന ഗൗരവമുള്ള ഒരു കേസാണ്. മറ്റ് മുൻകാല ക്രിമിനൽ പശ്ചാത്തലത്തെക്കുറിച്ചൊക്കെ അർജുൻ ആങ്കി പറയുന്നത് അങ്ങനെ ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു, നന്നാകാൻ ശ്രമിക്കുകയായിരുന്നു. അതിന് കോതമംഗലം SHOയും മറ്റും സമ്മതിക്കാത്തത് കൊണ്ടാണ് ഇതെല്ലാം ഉണ്ടായത്. അതുകൊണ്ടാണ് താൻ ഇങ്ങനെ വൈകാരികമായി പ്രതികരിച്ചതെന്നൊക്കെ അവകാശവാദങ്ങൾ അയാൾ പറയുന്നുണ്ട് എന്നത് ഒരു വശത്ത് നിൽക്കുന്നു. പക്ഷേ കോതമംഗലത്തുണ്ടായ തികച്ചും സാധാരണമായ ഒരു കേസാണ്. അത് അതീവ ഗൗരവ സ്വഭാവത്തിൽ കോടതിയിൽ ചാർജ് കൊടുക്കാൻ പോകുന്ന ഒരു കേസൊന്നുമല്ല. പക്ഷെ അതിനെ തുടർന്ന് അർജുൻ ആങ്കി നടത്തിയ വെല്ലുവിളിയും ഭീഷണിയും ഒക്കെയും
പിന്നീട് നടന്ന നാടകീയ സംഭവങ്ങൾ ഈ ദിവസങ്ങളിൽ കേരളം കണ്ടതാണ്. അതാണ് കുറച്ചുകൂടി ഗൗരവ സ്വഭാവത്തിൽ ഈ കേസിനെ സമീപിക്കാൻ പോലീസിനെ നിർബന്ധിതമാക്കിയത്. ശരി, തീർച്ചയായിട്ടും സജോ ചൂണ്ടിക്കാണിച്ച പോലെ ആദ്യത്തെ കേസ് വന്നത് അത്ര ഗൗരവ സ്വഭാവമുള്ളതായിരുന്നില്ല. പക്ഷെ പിന്നീട് നടന്നിട്ടുള്ള നാടകീയമായിട്ടുള്ള സംഭവങ്ങളാണ് ഈ അറസ്റ്റിലേക്ക് വഴിവെച്ചത് എന്നുള്ളതാണ്, ഈ നാടകീയമായിട്ടുള്ള അറസ്റ്റിലേക്ക് വഴിവെച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. സജോ ദേവസിയാണ് വിശദാംശങ്ങൾ നൽകിയത്.